അസ്സലാമു അലൈക്കും. ഷമീബാസിന്റെ റമദാൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സ്പെഷ്യൽ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായത് ദുബൈയിലായിരുന്നു. ദുബൈ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മൻസൂറിന്റെ കടയിലേക്ക്. അവിടെയാണ് ഇന്ന് എന്റെ നോമ്പ് തുറ. അബുദാബിയിൽ നിന്നും ഹസനാറും വരുന്നുണ്ട്. അപ്പോൾ കടയിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്രകാരം ഫ്രൂട്ട്സുകൾ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സും മൻസൂറിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ ആ കടയിലെ കിച്ചന്റെ പുറകിൽ പോയിരുന്ന് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു. മൻസൂർ ജ്യൂസൊക്കെ ഉണ്ടാക്കി. ഏകദേശം നോമ്പ് മുറിക്കേണ്ട സമയമാകുമ്പോൾ അസൈനാർ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അസൈനാറിന് എത്താൻ പറ്റില്ല, ട്രാഫിക് കാരണം എന്ന്. അങ്ങനെ ഞങ്ങൾ കടയിലെ എല്ലാ കുട്ടികളും എല്ലാ സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നോമ്പ് മുറിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. മൻസൂർ സ്ഥിരം ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് കടയിലെ നോമ്പ് മുറി ഒരു വേറിട്ടൊരു അനുഭവമായി എനിക്ക് തോന്നി. അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് അസൈനാർ എത്തി. അങ്ങനെ ഞങ്ങൾ മഗ്‌രിബൊക്കെ നമസ്കരിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇശാക്കുള്ള സമയമായി. മൻസൂറിന്റെ ഷോപ്പിന്റെ തൊട്ട് മുമ്പിൽ തന്നെയുള്ള ഒരു പള്ളിയിൽ പോയി ഞങ്ങൾ ഇശാവും തറാവിയും നിസ്കരിച്ചു. കുട്ടികളും മുതിർന്നവരൊക്കെയായി ഏകദേശം പള്ളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ച് ഞങ്ങൾ നേരെ കറാമയിലേക്ക് പോയി. കറാമയിലേക്ക് ഒരു സ്പെഷ്യൽ കാര്യത്തിനാണ് പോകുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് കറാമയിൽ എല്ലാ റമദാൻ മാസത്തിലും വരാറുള്ള റമദാൻ സ്ട്രീറ്റ്, കറാമ റമദാൻ സ്ട്രീറ്റ്, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ റമദാൻ സ്ട്രീറ്റിലെ കാഴ്ചകളും വിവരങ്ങളും ഒക്കെ കാണുവാനും അത് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ പോക്ക്. ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഓണർ എന്ന് ഇംഗ്ലീഷിൽ അർത്ഥമുള്ള അറബിക് പദമായ കറാമ ഈ ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ ഫുഡിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. റമദാൻ മാസമായ മാത്രമല്ല കേട്ടോ, ദുബായിലെ ഒരു ഫുഡ് സിറ്റി തന്നെയാണ് കറാമ എന്ന് സംശയമൊന്നും. മലയാളികൾക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന പല ഫുഡുകളും പിന്നെ വെറൈറ്റി മോഡേൺ ഫുഡുകളും എല്ലാം കറാമയിൽ. ദിലീപിന്റെ ഇതേ പുട്ടൊക്കെ കിടക്കുന്നത് കറാമയിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലേക്ക് എത്തി. ഇതാണ് റമദാൻ സ്ട്രീറ്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ദുബായ് ഫ്രെയിമിന്റെ മാതൃകയിലുള്ള കുറെ ഫ്രെയിമുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. ഇങ്ങനെ 4 ഭാഗത്തു നിന്ന് ഇതേപോലെ എൻട്രൻസുകൾ വരുന്നുണ്ട്. എന്നിട്ട് റമദാൻ സ്ട്രീറ്റിലോട്ട് അത് തുറന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നല്ല രസമുള്ള കാഴ്ചകളാണ്. പല ഗെയിംസ് നടക്കുന്ന സ്റ്റാളുകളുണ്ട്. നമുക്ക് നാട്ടിൽ ഈ ഉത്സവത്തിനൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ വട്ടം എറിഞ്ഞിട്ട് വീണ അങ്ങനെയുള്ള ഗെയിംസുകൾ നടക്കുന്ന കുറെ സ്റ്റാളുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ചെറിയ വിശപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. ഈ മന്തിക്ക് പേര് കേട്ട സ്പൈസി കഫേ റെസ്റ്റോറന്റിൽ പോയിട്ട് ഞങ്ങൾ അകത്തോട്ട് ചെന്നു. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ അസനാറിന് കൊടുത്തു. കാരണം അസ്നാറാണ് ഞങ്ങളെ ഗസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ അസനാറിന് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അവന് ഇഷ്ടപ്പെട്ട ബീഫ് മന്തി ഓർഡർ ചെയ്തു. ഞങ്ങൾ ഹെവിയായി കഴിക്കുന്നില്ല കേട്ടോ, കാരണം റമദാൻ സ്ട്രീറ്റിന് അത്യാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്യണം. റമദാൻ മാസം കൂടി അത് അധികം കഴിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. ഞങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പൊ ഒന്ന് കുറെ കൂടാരങ്ങൾ കാണാം. ഈ ഓരോ കൂടാരങ്ങളും ഓരോ ഫുഡ് സ്റ്റാളുകളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകൾ വിൽക്കുന്ന ഫുഡ് സ്റ്റാളുകളാണ്. അപ്പൊ അതിന് മുമ്പിൽ നിന്ന് ഓരോ ആൾക്കാരും, ചില ആൾക്കാർ കൊട്ടുന്നു, ഭയങ്കര താളത്തിലും മേളത്തിലൊക്കെ കൊട്ടുന്നു. ചില ആൾക്കാർ ബെല്ലടിക്കുന്നു, മണിയടിക്കുന്നു. മണിയുണ്ടല്ലോ നാട്ടില്, ആ മണിയടിക്കുന്നു. ചില ആൾക്കാർ അവിടെയുള്ള ഫുഡുകളുടെ പേരുകൾ, അതായത് ശരിക്കും നമ്മുടെ നാവിൽ കൊതിയൂറും വിധത്തിൽ പല നൊസ്റ്റാൾജിക് ഫുഡുകൾ, അതായത് പിടിക്കോഴി, അതായത് നമ്മുടെ കോഴിക്കടുമ്പ്, പള്ളിക്കെട്ട്, നെയ്ച്ചോറ്, പഴംപൊരി, ബീഫ്, അങ്ങനെ എന്തൊക്കെയോ വിഭവങ്ങളുടെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയും. ചില ആൾക്കാർ നല്ല മുസ്ലിം പഴയ പാട്ടുകളൊക്കെ, ഇതിനോളി മുസ്ലിം നല്ല പാട്ടുകളും ഫാസ്റ്റ് ട്രാക്ക് പാട്ടുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ പല വിധത്തിൽ കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുമ്പോട്ട് നടക്കുമ്പോഴേക്കും അവിടുന്ന് ഈ പറയുന്ന കൂടാരങ്ങളിൽ നിന്നും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് ഇരുന്ന് മുമ്പിൽ നടക്കുന്ന പ്രോഗ്രാം കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു അറേഞ്ച്മെന്റും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വേദിയിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ക്വിസുകളും ഫുഡുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും രസകരമായിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു വയലിനിസ്റ്റ് വയലിൻ വായിക്കുന്നുണ്ട്. അങ്ങനെ രസമാണ്. ഓരോ ഇരിപ്പിടങ്ങളും റമദാന്റെ തീം വെച്ചുകൊണ്ട് ഓരോ ഇരിപ്പിടങ്ങൾക്കും ലൈറ്റുകൾ തൂക്കിയിട്ടുകൊണ്ട്, ചന്ദ്രക്കലയുടെയും മറ്റും ലൈറ്റുകൾ തൂക്കിയിട്ടുകൊണ്ട് ഭയങ്കര അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വൈബായിരുന്നു. കറാമ വൈബ്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങള് തിരിച്ച് ഫുഡിന്റെ ആ കുറെ കൂടാരങ്ങൾ കണ്ട ഭാഗത്തേക്ക് നടന്നു. പല ഫുഡുകളും. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, 3 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു പാൽക്കപ്പ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് പാൽക്കപ്പന്ന് അറിയാലോ, കപ്പയും ബീഫൊക്കെ കൂടിയിട്ട് ഒരു മിക്സ് ആക്കിയുള്ള സംഭവമാണ്. ഒരു പാൽക്കപ്പ. പാല് ചേർക്കുന്നതോ എനിക്കറിയില്ല കേട്ടോ, പാലിന്റെ കളറൊക്കെ. ഞങ്ങൾ അതൊക്കെ കഴിച്ചു.
ഞങ്ങളിങ്ങനെ കുറച്ച് മുമ്പോട്ട് നടന്നു. പല കാഴ്ചകളും കണ്ട് മുമ്പോട്ട് നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇതല്ലാതെ ഒരുപാട് സ്റ്റാളുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിന്റെയും വീഡിയോ ഒന്നും ചിത്രീകരിച്ചിട്ടില്ല. കാരണം വീഡിയോയുടെ ദൈർഘ്യമേറി പോകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കാഴ്ചകൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ മറ്റ് ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ആൾക്കൂട്ടവും പ്രത്യേക വൈബുമായിട്ടൊരു സ്റ്റാള് ഞങ്ങൾക്ക് ദൂരത്ത് കാണാം. അപ്പൊ എന്താ നോക്കാന്ന് വെച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോഴേക്കും ആ സ്റ്റാളിന്റെ പേര് ഉമ്മള കറാമ എന്നാണ്. ഉമ്മള കറാമ. അപ്പൊ അതിന്റെ പുറത്ത് ഇങ്ങനെ അവിടെ കിട്ടുന്ന വിഭവങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഉസ്താദ്, നബീസുമ്മ, ദിനേശൻ, അതുപോലെ തന്നെ അടുത്ത കാലത്ത് വൈറലായിട്ടുള്ള മൊണാലിസ, നമ്മുടെ ബോച്ചെ, അതുകൂടാതെ ഹണി റോസ്, ഇങ്ങനെ പല വിധത്തിലുള്ള പേരുകളോട് കൂടിയ വിഭവങ്ങളാണ് അവിടെ ഉണ്ടായത്. അതുകൂടാണ്ട് കബാബ് ഉണ്ട് അവിടെ. പാകിസ്ഥാൻ ഡിഷായിട്ട് ചപ്ലി കബാബ് ഉണ്ട്. അതുപോലെ തന്നെ പല ഷവർമ്മ, ഉപ്പിലിട്ടത്, മുളകിലിട്ടത്, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായി തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ കുൽക്കി സർബത്തിന്റെ ഏരിയ തന്നെയാണ്. അവരുടെ ടാലന്റ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അസാധ്യമാണ്. അവര് നിങ്ങൾക്കറിയാലോ, കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് അടച്ചിട്ട്, സ്റ്റീൽ ഗ്ലാസ് ആണ് അത്, അവർ ആ ടേബിളിന്റെ മുകളിൽ കൊട്ടിക്കൊണ്ട് പാട്ടുകൾ പറയണം. അപ്പം അവര് ആ കൊട്ടുന്ന സമയത്ത് അവർ ഷെയ്ക്കിങ് നടക്കുന്നുണ്ട്, നല്ല രസത്തിൽ പാട്ടും പാടാണ്. അപ്പൊ അവിടെയുള്ള കസ്റ്റമേഴ്സ് ഒക്കെ അതിങ്ങനെ കണ്ട് കുറേ സമയം നിൽക്കുകയാണ്. റോഡിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാരൊക്കെ, ആ സ്ട്രീറ്റിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടത്തേക്ക് വരികയാണ്. അങ്ങനെ അവിടെയുള്ള ഏകദേശം എല്ലാ കസ്റ്റമേഴ്സിനെയും ഇവർ വലിച്ചെടുക്കുക. അങ്ങനെ നല്ല ഒരു വല്ലാത്തൊരു വൈകൽ. അപ്പൊ ഞാൻ എന്റെ ടൈം, ഇവിടെ ചെലവഴിച്ച ടൈമിന്റെ 70% ഞങ്ങൾ ചെലവഴിച്ചത് ഈ സ്റ്റാളിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറെ സമയം സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇവർ ഇതിന്റെ ഇടയിൽ ഈ പാട്ടും കൊട്ടും പാടുന്നതിന്റെ ഇടയിൽ ഇവരെ പണി നടക്കുന്നുണ്ട്. ഇവർക്ക് ഷെയ്ക്കിയാണല്ലോ ഈ സാധനം, ഷെയ്ക്കിങ് നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പൊട്ടിക്കുന്ന രീതി ഭയങ്കര രസമാണ്. ഇതിൽ ഇവരിൽ ഒരാള് വെളിയിൽ നമ്മുടെ കാണികളായ ഞങ്ങൾ, അതായത് കസ്റ്റമേഴ്സ് വെളിയിൽ നിന്ന് കാത്തു നിൽക്കുന്നുണ്ടല്ലോ, ഇവരെടുത്ത് പോയി നിൽക്കും, ഇവരിടയിൽ പോയി നിൽക്കും. എന്നിട്ട് പൊട്ടിക്കുമ്പം ഈ മുകളിലത്തെ ടോപ്പ് ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടി പൊങ്ങിയിട്ട് അത് പൊട്ടനിവരെ കഴിക്കും. ഇദ്ദേഹം ചെയ്യുന്നത് വേറൊരു സ്റ്റൈലിലാണ്. ഇദ്ദേഹം എന്തോ ചിക്കൻ കട്ടിയാണ്. അത് നാട്ടിലെ അമ്പലത്തിലും മറ്റും കേൾക്കുന്ന ഒരു ചെണ്ടമേളത്തിന്റെ ഒരു താളത്തോട് കൂടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പലവിധ കാഴ്ചകൾ. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഗിരീശേട്ടൻ ഓർമ്മ വന്നു. ഗിരീശേട്ടൻ ഓർഡർ ചെയ്തു. അപ്പൊ ഗിരീശേട്ടൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിന്റെ ആകൃതിയുള്ള കുറെ ഗ്ലാസുകൾ പരസ്പരം ബന്ധിച്ചിട്ട് അതിൽ ഓരോരോ ഫ്ലേവർ ഒഴിച്ചിട്ട് പല ഫ്ലേവറോട് കൂടിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ട് സ്പ്രൈറ്റോ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അത് വാങ്ങിച്ചു കുടിച്ചു. അതൊക്കെ കുടിച്ചു. അപ്പൊ മൻസൂറിന് പെട്ടെന്ന് ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒരു മുളകിട്ട് കഴിക്കണം. അങ്ങനെ 3 മാങ്ങ വാങ്ങിച്ചു കഴിച്ചു. പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ കാറിലെത്തിയതേ അറിയാണ്ടായിരുന്നു. അത്രയ്ക്കും എരിവായിരുന്നു. പിന്നെ കറാമ അറിയാലോ, കറാമ സ്വീറ്റ്സിനും ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു സ്വീറ്റ്സ് കോളേജിൽ പോയി ജിലേബിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു, സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ തിരിച്ച് മൻസൂറിന്റെ കടയിലേക്ക് പോവാണ്. അവിടെ അസൈനാർ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എന്റെ തൊട്ടരികിൽ അസൈനാർ ഇരിക്കുന്നു, പുറകിൽ മൻസൂറും ഉണ്ട്. അസൈനാർ ഭയങ്കര മൂഡ് ഓഫ് ആണ്. അപ്പം അസ്താനം ചോദിച്ചു, അസൈനാർ എന്ത് പറ്റി, നിനക്ക് അബുദാബിയിൽ പോകാനുള്ള മടിയുണ്ടോ? ഉറക്ക ക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ പോകാം, അതിന് അത്താഴം കഴിച്ചിട്ട് പോവാം. അല്ല നീ ഒരു ഇപ്പം തന്നെ പോകുന്ന റെഡ് ബുള്ളാട്ടം കുടിച്ചിട്ട് യാത്ര ചെയ്തു, അപ്പം വലിയ ക്ഷീണം തോന്നില്ല. അതൊന്നും ആയിരുന്നില്ല അവന്റെ മനസ്സിൽ.
അവൻ അപ്പോഴും ചിന്തിക്കുന്നത് അവിടെ നമ്മൾ കണ്ട ആ, ഞാൻ പറഞ്ഞ നമ്മളെ കരാമയിൽ കണ്ട മോണാലിസയും ഹണി റോസും എന്തായിരിക്കും. അപ്പം ബോച്ചെ ഞാൻ കണ്ടിരുന്നു അതിന്റെ ഇടയിൽ. നിങ്ങൾ കണ്ടു കാണും, ഒരു സാധനം ഒരു പാത്രത്തിൽ തിളച്ചിങ്ങനെ കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചു, അതാണ് ബോച്ചെ പാനീയം. പക്ഷെ ഹണി റോസും മോണാലിസയും എന്തായിരിക്കും, പ്രത്യേകിച്ച് ഹണി റോസ് എന്തായിരിക്കും എന്നൊരു ടെൻഷൻ അസൈനാന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് മൻസൂറിന്റെ കടയിലെത്തി. ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. മൻസൂർ ഇവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്നു. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല തണുത്ത കാലാവസ്ഥയൊക്കെയാണ്, നല്ല കാറ്റൊക്കെയാണ്. അത് ഞങ്ങൾ കസേരയൊക്കെ ഇട്ടിരുന്നു. ഒരു 3-3:30 മണി വരെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. കാരണം ഞങ്ങൾ 3 പേരും കൂടുമ്പോൾ പ്രത്യേകിച്ച് വിഷയദാരിദ്ര്യം ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അസൈനാറിന്റെ അബുദാബിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഷാർജയിലേക്കും മൻസൂർ റൂമിലേക്കും. അപ്പൊ അടുത്ത ശനിയാഴ്ച ഞങ്ങൾ വീണ്ടും ഷെയ്ഖ് സായിദ് മോസ്കിൽ ഇഫ്താറിന് വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. ഇതാണ് ഇന്നത്തെ റമദാൻ വിശേഷങ്ങളും കാഴ്ചകളും. ഇതിലും രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.